ഇസാലത്തുൻ നജാസത്തി, നജസ്സിനെ എങ്ങനെ നീക്കം ചെയ്യണം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ലാ യത്ഹുറു മിൻ ഐനിൻ നജാസത്തി ഇല്ലാ സലാസത്തുൻ. ഐനുൻ നജാസത്തിൽ നിന്ന് 3 നജസ്സുകൾ മാത്രമേ ശുദ്ധിയാവുള്ളൂ. ഐനുൻ നജാസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കാഷ്ടം, മൂത്രമൊക്കെ പോലുള്ളത്, അത് തന്നെ നജസ്സാണ്. പട്ടി, പന്നിയൊക്കെ പോലെ അത് തന്നെ നജസ്സാണ്. അതാണ് ഐനുൻ നജാസത്ത് എന്ന് പറയുന്നത്. അതേസമയത്ത് നമ്മുടെ വസ്ത്രത്തിലൊരു നജസ്സായി, അപ്പൊ അത് മുത്തനജ്ജിസായി എന്നതിനെ പറ്റി പറയാം. അത് ഐനുൻ നജാസത്തല്ല. വസ്ത്രം എന്ന് പറയുന്നത് ഐനുൻ നജാസത്തല്ല, അത് നജസ് ആയിത്തീർന്നതാണ്. പക്ഷെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഐനുൻ നജാസത്തിനെ കുറിച്ചാണ്. അത് ശുദ്ധിയാകൂല 3 ഐനുൻ നജാസത്ത് ഒഴികെ. 1 അൽ ഹംറു, മദ്യം, കള്ള്. ഇദാ തഖല്ലലത് ബിനഫ്സിഹ, എപ്പോഴാണ് അത് ശുദ്ധിയാവുക? ഇദാ തഖല്ലലത്, അത് സുർക്കയായി മാറിയാൽ. എങ്ങനെ? ബിനഫ്സിഹ, അത് സ്വയം തന്നെ സുർക്കയായി മാറി. അങ്ങനെയാകുന്ന സമയത്ത് പിന്നെ അത് ശുദ്ധിയാകും. കള്ള് ശുദ്ധിയായിട്ടുള്ള സുർക്ക കണ്ടിനോ? നമ്മുടെ ഈ വിനാഗർ അല്ലല്ലോ ഇതുകൊണ്ട് ഉദ്ദേശം. ഇത് ഈ വീഞ്ഞ് അതുപോലത്തെ പിന്നെ നാടൻ കള്ളുകളിൽ നിന്ന് അത് ശുദ്ധിയായിട്ട് മാറും. പിന്നീട് അതില് ചില സാധനങ്ങൾ ഇട്ട് കുറച്ചു കാലം വെക്കുന്ന സമയത്ത് അത് സുർക്കയായി മാറും. അത് കറിയുടെ സ്ഥാനത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സുർക്ക ഉണ്ടാവും ഭക്ഷണത്തിനോടൊപ്പമൊക്കെ. അപ്പോ അങ്ങനെയായി മാറുന്ന സമയത്ത് അത് ശുദ്ധിയാകും. ജിൽദുൽ മൈത്തത്തി, അതുപോലെ ശുദ്ധിയായി മാറുന്നതാണ് മൈത്തത്തിന്റെ ജിൽദ്. ശവത്തിന്റെ ജിൽദ് എന്ന് പറയുമ്പോൾ തോല്. ഇതാ ദുബിഗ, അത് ഊറക്കിട്ട് കഴിഞ്ഞാൽ. ഊറക്കിടാന്ന് കേട്ടിനോ? അതായത് ഈ പഴയ ദഫുകളൊക്കെ ഉണ്ടല്ലോ, തൊലി കൊണ്ട് നിർമ്മിച്ച ദഫൊക്കെ, പുലിത്തൊലി കൊണ്ടൊക്കെ നിർമ്മിച്ച ദഫുകളൊക്കെ ഉണ്ടാവും. അതുപോലെ പുലിത്തൊലി കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടാവും. വെള്ളപ്പാത്രം, മറ്റൊക്കെ തോൽപാത്രമൊക്കെ. അത് പുലിയുടെയും സിംഹത്തിന്റെ ഒക്കെ തോൽ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കും. നല്ല ഉറപ്പുണ്ടാവും അതിന്. അപ്പൊ അത് പറ്റും. അത് എപ്പാ പറ്റാതെ പറഞ്ഞാൽ അത് ശരിക്കും നജസ്സാണല്ലോ. ചത്തു കഴിഞ്ഞാൽ ആ ജീവി നജസ്സാണ്. അപ്പൊ അതിന്റെ തോലും നജസ്സാണ്. പക്ഷെ അതില് ചില പ്രത്യേകമായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ, എന്നിട്ട് അത് വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങി അതിന്റെ പരുവത്തിലേക്ക് മാറി വരും. അങ്ങനെ ഒരു ഉണങ്ങി ആ ഒരു രൂപത്തേക്ക് മാറി വന്നു കഴിഞ്ഞാൽ ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഊറക്കിടുക എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കെമിക്കൽസ് ഒക്കെ ഇട്ടുകൊണ്ട് ആ രൂപത്തിൽ മാറ്റിയെടുക്കുന്ന പരിപാടി. നിങ്ങൾക്ക് അത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ, യൂട്യൂബ് ചെയ്ത് നോക്കിയാൽ കാണാം. അത് ഈ മൊറോക്കോ പോലത്തെ അറബ് രാജ്യങ്ങളിലൊക്കെ സാധുക്കളായിട്ടുള്ള നാടന്മാരൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര ഒടുക്കത്തെ സ്മെല്ലായിരിക്കും. പിന്നെ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ഏതായാലും അങ്ങനെയാണ് ഈ ശവങ്ങളുടെ, ഇതുപോലെയുള്ള ജീവികളുടെ, പുലിയുടെയും സിംഹത്തിന്റെ ഒക്കെ തോല് ശുദ്ധിയാക്കി എടുക്കുന്നത്. അത് ഉണക്കുന്ന പ്രക്രിയയാണ്. വെറും ഉണക്കലല്ല, അതിൽ എന്തൊക്കെയോ ചില സാധനങ്ങളൊക്കെ ഇട്ടിട്ട്, കെമിക്കൽസ് ഇട്ടിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നതാണ്? ഉപയോഗപ്രദമാക്കി എടുക്കുന്നതാണ്. അതിന് പറയുന്ന പേരാണ് ദബ്ഗ്. അപ്പോ മൈത്തത്തിന്റെ ജിൽദ് അങ്ങനെ ഊറക്കിട്ട് കഴിഞ്ഞാൽ ശുദ്ധിയാകും. അത് പണ്ടൊരു കഥ ഉണ്ട്. ഒരു കുറുക്കനെ പിന്നെ ഒരു സിംഹം കടിക്കാൻ വന്നു. അപ്പോ കുറുക്കൻ കുറേ ഓടിയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് കിടന്ന്, ചത്ത പോലെ കിടന്നു. അപ്പൊ സിംഹം വന്ന് മണത്ത് നോക്കി, ഇത് ചത്ത് തോന്നിയിട്ട് സിംഹം പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു മുത്തല്ലിം, ഒരു മൊയിലാർ അതിൽ കൂടി വരുന്നുണ്ട്. ഇത് കഥയാണ്, സാങ്കല്പിക കഥയാണ് കേട്ടോ. ഒരു മുസ്ലിയാർ അതുവഴി വരുന്നുണ്ട്. അപ്പോ ഈ കുറുക്കൻ ആരാ വരുന്നത് നോക്കി. ഇപ്പൊ മുസ്ലിയാരാന്ന് കണ്ടപ്പോ എണീച്ചോടി. എന്തുണ്ടായിരിക്കും അത്? എന്തുണ്ടായിരിക്കും? അസ്ലി ഉത്തരം പറയും. അസീസ്ക്ക് എന്താ ഉത്തരം? ഇൽമുള്ള ആൾക്കാരെ കണ്ട എല്ലാരും എണീച്ചോടല? കുറുക്കൻ കടിക്കൊന്നുമില്ല ഇയാളെ. കുറുക്കൻ പേടിയാണ്.
ഓക്കെ. അതായത് ഈ കുറുക്കനിക്കറിയാം ഈ മൊയിലാര് മസാല പഠിച്ചിന്. അപ്പൊ അതായത് ഈ കുറുക്കനെ കൊന്നിട്ട് തിന്നൂലെങ്കിലും കൊന്നിട്ട് അതിന്റെ തോലെടുത്ത് കളയും ഈ മൊയിലാര് ഊറക്കിടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ആരോടിയത്, നമ്മളെ പിന്നെ കുറുക്കൻ ഓടിയത്. അപ്പൊ അതിനാ പറയാ ഊറക്കിടുകയെന്ന്. തൊലി ഉപയോഗപ്പെടുത്തി കളയും. ഇപ്പൊ വമാസാറ ഹയവാനൻ, അതുപോലെ തന്നെ ശുദ്ധിയാകുന്നതിൽ പെട്ടതാണ് വമാ സ്വാറ ഹയവാനൻ, ഹയവാനായിട്ട് ആയിത്തീരുന്നത്. കദൂദിൻ തവല്ലത മിൻ മൈത്തത്തിൻ, കദൂദിൻ തവല്ലത മിൻ മൈത്തത്തിൻ. ഈ മൈത്തത്ത്, ഈ ശവം ശവം നജസാണല്ലോ. ഇപ്പൊ വല്ല ഒരു ഉദാഹരണത്തിന് ഒരു പൂച്ചയുടെ ശവം അതവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ആ ശവം കുറെ ദിവസം ഇങ്ങനെ കടന്ന് അത് ജീർണിച്ചിട്ട് അതിൽ നിന്ന് രൂപപ്പെടുന്ന പുഴു, കദൂദിൻ പുഴു പോലെ, തവല്ലത അത് ജനിച്ചു വന്നിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്, മിൻ മൈത്തത്തിൻ അത് ഒരു ശവത്തിൽ നിന്ന് ഉണ്ടായി വന്നതാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഈ മഴക്കാലത്ത് കുറെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ മാങ്ങ പൊളിച്ചു നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോ ചെറിയ ഒരു വെള്ള പുഴു ഇങ്ങനെ എഴയുന്ന കാണാം. അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായതാ, പുറത്തുനിന്ന് എവിടുന്ന് വന്നതല്ല, പഠിച്ചവന്റെ കുതിരത്താണ്. അപ്പോ ഈ പിന്നെ ഈ ഇര അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ പുഴു, അത് നജസാണോ? അത് നജസല്ല. അപ്പോ അപ്പൊ ശരിക്കും ഈ ആദ്യം ഉണ്ടായിരുന്നത് ഈ ശവമാണ്. ഈ ശവം രൂപാന്തരപ്പെട്ടിട്ട് അതിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഈ പുഴു. ആ പുഴു നജസല്ല, ആ ശവം നജസാണ്. ഈ മൂന്ന് രൂപത്തിലാണ് നജസായ സാധനം എന്ത് ചെയ്യുന്നത്, ഐനുൻ നജാസത്ത് ശുദ്ധിയായി മാറുന്നത്. ഏതൊക്കെയാ മൂന്ന് കാര്യങ്ങള്? ഒന്ന്, കള്ള്, അത് സുർക്കയായി മാറിയാൽ. രണ്ട്, തൊലി, ചത്ത ജീവിയുടെ ശവത്തിന്റെ തൊലി ഉറക്കിട്ട് കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞു എപ്പോഴാണ് ഉറക്കിടുക, കണ്ട പൂച്ചന്റെ എലിന്റെ ഒക്കെ എടുത്ത് ഉറക്കിടുവോ? അതില്ല. അത് ഉപകാരത്തിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്, ഈ വലിയ മൃഗങ്ങളുടെയൊക്കെ അതിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഈ കൊടും തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഉറക്കിടും തോന്നുന്നുണ്ട്, അതിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി. വമാസാറ, ഈ ലെതർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. വമാസാറ ഹേവാൻ കദൂദിൻ തവല്ലതയും മൈത്തത്തി. മൂന്നാമത്തൊന്നാണ് പിന്നെ ശവത്തിൽ നിന്ന് രൂപപ്പെട്ട പുഴു. ആ പുഴു നജസല്ല, ശവൻ നജസാണ് എന്നാണ് പറഞ്ഞത്. വൽ മദ്ബൂഹു, ഈ ഊറക്കിട്ട് നിർമ്മിക്കപ്പെട്ട ഊറക്കിടപ്പെട്ട തൊലി അതാകുന്നത്. മദ്ബൂഹ് എന്ന് പറഞ്ഞാൽ ഊറക്കിട്ട തൊലി. കൽ മുതനജ്ജിസി, അത് മുത്തനജ്ജിസിനെ പോലെയാണ്. ഒരു വ്യത്യാസം പറയാം, മുത്തനജ്ജിസിനെ പോലെയാണ്. മുത്തനജ്ജിസ് എന്ന് പറഞ്ഞാല് ഇപ്പോ നജസായി കിടക്കുന്ന നമ്മുടെ വസ്ത്രം, അത് മുത്തനജ്ജിസാണ്. അല്ലെങ്കിൽ ഒരു കല്ല്, ആ കല്ലിൽ ഒരുത്തം പോയി മൂത്രം ഒഴിച്ചു, അപ്പൊ അതിൽ മൂത്രമുണ്ട്, അത് മുത്തനജ്ജിസാണ്. അപ്പൊ നജസ് പുരണ്ടത് എന്നാണ് മുത്തനജ്ജിസിന്റെ അർത്ഥം. അപ്പൊ ഈ മദ്ബൂഹാകുന്നത്, ഈ ഊറക്കിട്ട തൊലി ആകുന്നത്, അത് ശുദ്ധിയായി മാറും നമ്മൾ പറഞ്ഞു ഊറക്കിട്ട് കഴിഞ്ഞാൽ. അതേ സമയത്ത് അത് മുത്തനജ്ജിസിനെ പോലെയാണ്. മുത്തനജ്ജിസിനെ പോലെയാണ് എന്ന് പറയുമ്പോൾ അത് കഴുകി ശുദ്ധീകരിക്കണം, ആ നജസിനെ നീക്കണം എന്നർത്ഥം. ഫലാബുദ്ധ, അപ്പോൾ നിർബന്ധമാണ്, ഫലാബുദ്ധ ഒരു ഒഴിവും കിഴിവും ഇല്ല എന്നർത്ഥം. മിൻ ഗസ്ലിഹി, ആ മദ്ബൂഹിനെ കഴുകണം. അപ്പോ ഊറക്കിട്ട തൊലി നേരെ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റൂല, അത് നജസ് മുത്തനജിസാണ്. ഇപ്പോ അതിനും നജാസത്തായിരുന്നു, ഇപ്പോൾ മുത്തനജിസായി മാറി. ആ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? ആദ്യം അത് തന്നെ നജസായിരുന്നു, കാഷ്ടവും മൂത്രമൊക്കെ പോലെ. ഇപ്പൊ അത് മുത്തനജിസിന്റെ ഒരു ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട്. വെറും നജസല്ല, അത് നജസ് പുരണ്ടതിന്റെ സ്ഥാനത്താണ് ഇപ്പൊ ഉള്ളത്. ഒന്ന് കഴുകിയിട്ട് മാത്രമേ നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. വൻ നജാസത്തു സലാസത്തു അക്സാമിൻ, നജസുകള് 3 ഇനം ഉണ്ട്. മുഗല്ലദത്തുൻ, ഒന്നാമത്തത് മുഗല്ലദത്തായ നജസ്, ഗൗരവതരമായ നജസ്. ഗൗരവതരമായ നജസ് അത് നായയും പന്നിയും അതിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന മറ്റു വസ്തുക്കളുമാണ് ഈ മുഗല്ലദായ നജസ് എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകതയാണ്, അത് നമ്മുടെ ശരീരത്തിലോ
മറ്റെവിടെ ആയിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കണമെങ്കിൽ 7 പ്രാവശ്യം കഴുകേണ്ടി വരും എന്നുള്ള വിഷയം. അതിന്റെ പേരാണ് മുഗല്ലദായ നജസ്. മുഖഫഫത്തുൻ, പിന്നെയുള്ളൊരു നജസാണ് മുഖഫഫത്തായ നജസ്. മുഖഫഫത്തായ നജസ് എന്ന് പറഞ്ഞാൽ 2 വയസ്സ് പൂർത്തിയാവാത്ത പാല് മാത്രം കുടിക്കുന്ന കുട്ടിയുടെ മൂത്രം. ഇതിന്റെ പേരാണ് മുഖഫഫത്തായ നജസ്. അതൊക്കെ ഒറ്റ കാറ്റഗറി ഉള്ളൂ. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് മേലക്കൂടി വെള്ളം പാർന്നാൽ തന്നെ അത് ശുദ്ധിയാവും. അത് മൊത്തം തുടച്ച് നീക്കിയിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതാണ് മുഖഫഫത്തായ നജസ്. അപ്പൊ മുത്തവസ്സിത്തത്തുൻ, മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് മുത്തവസ്സിത്തത്ത്. അത് ഇത് രണ്ടും അല്ലാത്ത ബാക്കിയുള്ള മുഴുവൻ നജസ്സുകളും ഉൾപ്പെടുന്നത് മുത്തവസ്സിത്തത്ത് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. അനാൻ ഈ വാതിൽ കൂട്ടാൻ ചോടി പ്രത്യേകം വന്ന് വായത് പറയണോ? അപ്പൊ ബാക്കിയുള്ള എല്ലാ നജസ്സുകളും മുത്തവസ്സിത്തത്ത് എന്ന കാറ്റഗറിയിലാണ് പെടുന്നത്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? 3 തരത്തിലാണ് നജസ്സുകൾ. ഒന്ന് മുഗല്ലദത്തായ നജസ്, പട്ടി, പന്നി, അതിന്റെ അവശിഷ്ടങ്ങൾ. 2 മുഖഫഫത്ത്, ചെറിയ 2 വയസ്സ് പ്രായമാകാത്ത കുട്ടിയുടെ മൂത്രം, അത് ഒഴുക്കി കളഞ്ഞാൽ മതി. അതാണ് മുഖഫഫത്ത്, വളരെ നേർന്ന നജസ് എന്നതിന് അതിന്റെ അർത്ഥം. അപ്പൊ മുത്തവസ്സിത്തത്ത് ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള നജസ്, അതാണ് ബാക്കിയുള്ള മുഴുവൻ നജസ്സുകളും. കാഷ്ടായാലും മൂത്രമായാലും പിന്നെ എന്ത് തന്നെയാണെങ്കിലും, ഛർദിച്ചതാണെങ്കിലും എല്ലാം അതിന്റെ കാറ്റഗറിയിലാണ് വരിക. ഫമാ തനജ്ജസ ബിൽ മുഗല്ലദത്തി, ഇനിയിപ്പോ ഓരോന്നിന്റെയും വിധി പറയാം, ഓരോന്നുകൊണ്ടുള്ള നജസ് എന്താ ചെയ്യേണ്ടതെന്ന്. ഫമാ, അപ്പോൾ ഒന്നാകുന്നത്, തനജ്ജസ, അത് നജസായിട്ടുണ്ട്, ബിൽ മുഗല്ലദത്തി, മുഗല്ലദായ നജസ് കൊണ്ട് നജസായി, നജസ് പുരണ്ടിട്ടുണ്ട്. മുഗല്ലദായ നജസ് എന്ന് പറഞ്ഞാൽ അൽ കൽബു വഹുവൽ കൽബു വൽ ഖിൻസീറു, അത് കൽബ് പട്ടി, വൽ ഖിൻസീറു, ഖിൻസീർ എന്ന് പറഞ്ഞാൽ പന്നി, പട്ടിയും പന്നിയുമാണത്. വ ഫറഉഹുമ, ഇവ രണ്ടിന്റെയും ഫറഉകളാണ്. ഫറഉ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അതിന്റെ ഭാഗങ്ങളാണ്, അവശിഷ്ടങ്ങളാണ്. അപ്പോ ഇവ രണ്ടിൽ നിന്നും കൽബ്, ഖിൻസീർ, ഇവ രണ്ടിൽ നിന്നും ഇതിന്റെ ഏതെങ്കിലും ശരീരഭാഗത്ത് നിന്ന് നജസായി കഴിഞ്ഞാൽ, വല്ലതും നജസായി കഴിഞ്ഞാൽ ലാ യത്ഹുറു, അത് ശുദ്ധിയാവുകയില്ല, ഇല്ലാ ബി സബ്ഇ ഗസലാത്ത്, 7 ഗസലാത്ത് കൊണ്ട്, 7 കഴുകൽ കൊണ്ടല്ലാതെ അത് ശുദ്ധിയാകൂല. ഇഹ്ദാഹുന്ന, ആ 7 ഒന്ന്, ബി തുറാബിൻ തഹൂരിൻ, ശുദ്ധിയായ മണ്ണ് കൊണ്ട് വേണം കഴുകാൻ. മംസൂജിൻ ബിൽ മായി, വെള്ളം കൊണ്ട്, പിന്നെ ശുദ്ധിയായ മണ്ണ് കൊണ്ട് കഴുകണം എന്ന് പറഞ്ഞാൽ വെള്ളം കലർന്നിട്ടുള്ള, മംസൂജ് കൂടിക്കലർന്നതായിട്ട്, ബിൽ മായി, വെള്ളം കൊണ്ട് കൂടിക്കലർന്നതായ മണ്ണ് ഉപയോഗിച്ച് കൊണ്ട് വേണം അതിനെ കഴുകാൻ, അഥവാ ചെളിവെള്ളം കൊണ്ട് വേണം അതിനെ കഴുകാൻ. 1 പ്രാവശ്യം ചെളിവെള്ളം കൊണ്ടും 6 പ്രാവശ്യം പിന്നെ ശുദ്ധിയായ വെള്ളം കൊണ്ടും കഴുകിയാലേ അത് ശുദ്ധിയാവുള്ളൂ. വൽ ഔല, ഏറ്റവും പുണ്യമുള്ളത് കൗനുഹു ഫിൽ ഊല, ഈ കൗനുഹു, ഈ മണ്ണ് ഉപയോഗിച്ചു കൊണ്ടുള്ള കഴുകല്, അത് ആവലാണ്. ഫിൽ ഊല, ഒന്നാമത്തെ ഗസ്ലത്തിൽ ആവലാണ്, ഒന്നാമത്തെ കഴുകലിൽ ആവലാണ് പുണ്യം. വലാ യുഅ്തബറു, പരിഗണിക്കപ്പെടുകയില്ല, അൽ അദദു, എണ്ണം പരിഗണിക്കപ്പെടൂല, ഇല്ലാ ബഅദ സവാലി ഐനിൻ നജാസത്തി. ഈ 6 പ്രാവശ്യം കഴുകണം എന്ന് പറഞ്ഞല്ലോ, ആ 6 പ്രാവശ്യം എണ്ണി തുടങ്ങപ്പ. വലാ യുഅ്തബറുൽ അദദു ഇല്ലാ ബഅദ സവാലി ഐനിൻ നജാസത്തി, ഐനുൻ നജാസത്തിന്റെ സവാലിന് ശേഷം മാത്രമേ അതത് പരിഗണിക്കപ്പെടുള്ളൂ. എന്ന് പറഞ്ഞാല്, ഇപ്പോ ഒരു ഉദാഹരണത്തിന് പട്ടി കാഷ്ടിച്ചതാണെന്ന് കൂട്ടാം. അപ്പൊ ഈ പട്ടിക്കാട്ടം നമ്മൾ 7 പ്രാവശ്യം കഴുകി, ആ പട്ടിക്കാട്ടം നീങ്ങി അവിടെ ശുദ്ധിയാവും ചെയ്ത്, അങ്ങനെ ആയാൽ മതിയോ? അത് പറ്റൂല. ആദ്യം നജസിനെ നീക്കിയതിന് ശേഷം 7 പ്രാവശ്യം കഴുകണം, എന്നാൽ അശുദ്ധിയാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അതത് പരിഗണിക്കൂല, എണ്ണം പരിഗണിക്കൂല, കഴുകലിന്റെ എണ്ണം പരിഗണിക്കൂല, നജസിനെ നീക്കിയതിന് ശേഷം അല്ലാതെ എന്നർത്ഥം. അപ്പൊ വെള്ളം കൊണ്ട് ഒഴുക്കി പോക്കേണ്ട നജസാണെങ്കിൽ, നല്ലോണം ഇപ്പം പട്ടി മൂത്രമൊഴിച്ചതാണ്, അപ്പൊ പട്ടീനെ മൂത്രം മുഴുവനായിട്ട് ഒഴിവാക്കിയതിന് ശേഷം പിന്നെയും 7 പ്രാവശ്യം കഴുകണം, അതിലൊന്ന് മണ്ണ് കൊണ്ട് കൂട്ടിയിട്ടുള്ളതാവണം എന്നാണ് പറഞ്ഞത്. അത് ഈ നജസ് നീക്കാനുള്ള കഴുകൽ ഈ എണ്ണത്തിൽ പെടൂല എന്നർത്ഥം. വയക്ഫി, മതിയാകുന്നതാണ്, ഫിർ റാക്കിദി,
കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മതിയാകും. അൽ കസീരി 2 കൊല്ലത്തിനേക്കാൾ അധികമുള്ള കസീറായിട്ടുള്ള വെള്ളത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം. ഉദാഹരണത്തിന് കുറച്ച് വലിയ ഹൗദിലുള്ള വെള്ളം. ആ വെള്ളത്തിൽ ചെന്നുകൊണ്ടാണ് നമ്മൾ പിന്നെ ശുദ്ധിയാക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. പട്ടി നമ്മുടെ നാവിൽ എന്ത് ചെയ്തു? പട്ടി നമ്മുടെ കയ്യിൽ അതിന്റെ നാവ് കൊണ്ട് തൊട്ടു, അപ്പൊ നജസായി. അല്ല, അതിനെ മൂക്ക് കൊണ്ട് തൊട്ടു, നജസായി കൈ. അപ്പൊ കൈ നല്ലവണ്ണം കഴുകിയിട്ട് അത് നജസ് പോക്കി. ഇനി 7 പ്രാവശ്യം കഴുകണം, അല്ലേ? അപ്പൊ നജസ് കൈമെന്ന് നീങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ഹൗദിലിട്ടിട്ട് കഴുകുന്നതാണ് എങ്കിൽ ആ കഴുകൽ എങ്ങനെയാ വേണ്ടത്? അത് ഹൗദിലാകുന്ന സമയത്ത് മതിയാകുന്നതാണ് തെഹരീഖുഹു. അവൻ പിന്നെ അവന്റെ കൈ ഇളക്കൽ മതിയാകും. അവൻ ആ നജസിനെ, ആ അവയവത്തെ ഇളക്കൽ മതിയാകും. സിത്തൻ 6 പ്രാവശ്യം ഇളക്കിയാൽ മതി. ഒന്നാമത്തെ പ്രാവശ്യം ഇങ്ങനെ ഹൗദിലേക്ക് കൈ ഇട്ടു, അതൊരു പ്രാവശ്യമായി. പിന്നെ 1, 2, 3, 4 ഇങ്ങനെ 6 പ്രാവശ്യം പിന്നെ ഇളക്കിയാലും മതി എന്നർത്ഥം. പിന്നെ 6 പ്രാവശ്യം ഇളക്കിയാൽ മതി. അതേസമയത്ത് എങ്ങനെ മണ്ണിട്ട വെള്ളം കൊണ്ട് അതെ, മണ്ണിട്ട വെള്ളം കൊണ്ട് കഴുകൽ, ഈ റാക്കിതായ വെള്ളം എന്ന് പറയുമ്പോ അതിപ്പോ ഹൗദ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പോ ചളിവെള്ളം പോലത്തതായിരിക്കാം ഉദ്ദേശിച്ചത്. അപ്പോഴാണ് ഈ 6 പ്രാവശ്യം ഇളക്കൽ മതിയാവുക. കുളം അങ്ങനത്തെ, അതെ 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 അതെ. വഫിൽ ജാരി കെട്ടിക്കിടക്കുന്ന വഫിൽ ജാരി വഫിൽ ജാരി ഒഴുകുന്ന വെള്ളത്തിൽ മതിയാകുന്നതാണ് മുറൂറു സബിഴി ജറയാത്തിന് അലൈഹി. 7 പ്രാവശ്യം അതിന്റെ മുകളിൽ കൂടി ഒഴുകിയാൽ മതി. അപ്പൊ ഇപ്പൊ പൈപ്പിൽ നിന്നാണ് കഴുകുന്നതെന്ന് കൂട്ടിക്കോ. അപ്പോ 7 പ്രാവശ്യം ഇങ്ങനെ അതിന് മുകളിൽ കൂടി ഒഴുകിയാൽ മതി. അല്ലെങ്കിൽ ഒരാളിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്, 7 പ്രാവശ്യം അതിന് മുകളിൽ ഒഴിച്ചാൽ മതി. അതിലൊന്ന് പിന്നെ ഇപ്പൊ ഈ 2 വിഷയത്തിലും ഒന്നെന്തായാലും പിന്നെ അതിൽ നജസ് ഈ മണ്ണോട് കൂടെ ഉള്ളതാവണം എന്നർത്ഥം. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അപ്പോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണെങ്കിൽ ഇപ്പോ സാധാ ഹൗദാണ്, അതിൽ മണ്ണിട്ടിട്ടുള്ള വെള്ളമല്ല ഉള്ളത്. അപ്പൊ പിന്നെ 5 പ്രാവശ്യം ഇളക്കിയാൽ മതി. ഒന്നിട്ട് 5 പ്രാവശ്യം ഇളക്കി, പിന്നെ ഒന്ന് വേറെ മണ്ണിട്ടിട്ടുള്ള കകലും. ആ മണ്ണിട്ടുള്ള കകൽ ആദ്യം ആക്കിയാൽ മതി. അതാണ് ഔല എന്ന് നമ്മളിപ്പോ പറഞ്ഞത്. അതാണ് നല്ലത്. വൽ ഔല കൗനുഹു ഫിൽ ഔല. ഒന്നാമത്തെ കഴുകലാണ് മണ്ണിട്ട് കൊണ്ട് നല്ലത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി വലാ തർത്തീബ ഫി അർളിൻ തുറാബിയത്തിൻ. ഇനി തുറാബിയത്തായിട്ടുള്ള അർളാണെങ്കിൽ അതില് തർത്തീബില്ല. എന്ന് പറഞ്ഞാല് ഇപ്പോ നമ്മളിപ്പോ ഒരു ചെളിവെള്ളത്തിൽ നിന്നാണ് ഇപ്പൊ കഴുകുന്നത് കൂട്ടുക. അപ്പൊ അവിടെ പ്രത്യേകിച്ച് തർത്തീബൊന്നുമില്ല. പിന്നെ നമ്മൾ ഇളക്കുന്നതിൽ അവിടെ പ്രത്യേകിച്ച് തർത്തീബില്ല. എന്ന് പറഞ്ഞാൽ ആദ്യം മണ്ണിട്ടത് കൊണ്ട് കഴുകുക, പിന്നെ മണ്ണിടാത്തത് കൊണ്ട് കഴുകുക എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് ഒരു വിഷയം കൂടി ഇവിടെ ചേർത്ത് മനസ്സിലാക്കുക. ചെളിവെള്ളത്തിൽ നിന്ന് ഉള്ളെടുത്ത ഒന്ന് സ്വയ്യാവോ? എന്താ അഭിപ്രായം? അതായത് എന്റെ ചോദ്യം, തൊഹൂറായ വെള്ളം വേണല്ലോ ഒന്നെടുക്കാൻ. അപ്പൊ ചെളിവെള്ളത്തിൽ നിന്ന് പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ പറ്റൂല എന്നല്ലേ നിങ്ങൾ പറഞ്ഞേ, അല്ലേ? ഓക്കെ. പിന്നെ കടൽ വെള്ളത്തിൽ ഉപ്പ് രുചിയല്ലേ, അപ്പൊ പറ്റുമോ അസ്ബി? അതെങ്ങനെ പറ്റുക? ഉപ്പല്ലേ? താഹൂറായ വെള്ളം വേണ്ടേ? കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ട് വേണ്ടേ ഒന്നെടുക്കാൻ? അപ്പോ ആ വെള്ളത്തിന്റെ വിഷയം പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, അതില് മണ്ണ്, ഉപ്പ് ഇത് രണ്ടും കൂടി കലർന്ന വെള്ളത്തിന് പ്രശ്നമില്ല എന്ന് നമ്മുടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തഗയ്യുറായിട്ട് കണക്കാക്കൂല, പകർച്ച വന്നതായിട്ട് കണക്കാക്കൂല. ഇവ രണ്ടും അല്ലാത്തത് കൊണ്ട് പകർച്ച വന്നാലാണ്, നിറത്തിലോ മണത്തിലോ രുചിയിലോ പകർച്ച വന്നാലാണ് പ്രശ്നം എന്ന് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. ക്ലിയർ അല്ലേ? ഇനി സെക്കൻഡ്
ഇനി അടുത്തത് വമാ തനജ്ജസ ബിൽ മുഖഫഫതി. ഇനി പറഞ്ഞു വരുന്നത് ഈ മുഖഫഫത്തായ നജസ് കൊണ്ട് നജസായി തീർന്നത്. മുഖഫഫത്തായ നജസ് എന്താന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു തന്നു. ചെറിയ 2 വയസ്സ് പ്രായമാവാത്ത കുട്ടിയുടെ മൂത്രം, അതാണ് ഇവിടെ ഉദ്ദേശം. വഹുവ അതാകുന്നത് ബൗലു സബീൻ കുട്ടിയുടെ മൂത്രമാണ്, ചെറിയ കുട്ടിയുടെ മൂത്രമാണ്. ലം യബ്ലുഗ് ആ കുട്ടിക്ക് പ്രായമായിട്ടില്ല, അൽ ഹൗലൈൻ അത് എത്തിയിട്ടില്ല, അൽ ഹൗലൈൻ 2 വയസ്സ് പ്രായമായിട്ടില്ല. വലം യത്ഉം അത് ഭക്ഷിച്ചിട്ടുമില്ല, ഗിദാൻ ഭക്ഷണം, ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇല്ലൽ ലബന പാലല്ലാത്ത വേറെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ? ഫുഡ് ചെറുതായിട്ട് ചോറും അത് ഇതൊക്കെ കൊടുക്കൂല കുട്ടികൾ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളത് ഈ പറഞ്ഞതിൽ പെടൂല. 2 വയസ്സാവുകയും ചെയ്യരുത്, പാലല്ലാത്ത ഭക്ഷണം കഴിക്കുകയും ചെയ്യരുത്. അങ്ങനെ കഴിക്കാതെ ഇരിക്കണം എന്നല്ല, ഭക്ഷണം കൊടുക്കൽ ഹറാമാണെന്നൊന്നല്ല ഇവിടെ പറയുന്നത്. ആ നജസ് മുഖഫഫത്താവോ ഇല്ലയോ എന്നുള്ളതാണ് ചർച്ച. അപ്പോ ഈ രൂപത്തിലുള്ള നജസ് ആണെങ്കിൽ യത്തുഹുറു അത് ശുദ്ധിയാകുന്നതാണ്. ബി റഷിൽ മായി അലൈഹി അതിന്റെ മുകളിലേക്ക് വെള്ളം ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. ബി ഹൈസു യഉമ്മുഹു അതിന്റെ മുകളിൽ എല്ലായിടത്തും വെള്ളം ആയിട്ടുണ്ട്, ആ കൊലത്തിലാവുന്ന കൊലത്തിൽ. വയഗ്ലിബുഹു ആ നജസിനേക്കാളും കൂടുതൽ വെള്ളം ആവുകയും ചെയ്തു. 2 കണ്ടീഷൻ. ഒന്ന്, ഇപ്പൊ നജസ് ഇത്ര ഒരു റൗണ്ട് ഷേപ്പിൽ ഇത്ര സ്ഥലത്താണ് ഉള്ളത്, അതിന്റെ മുകളിൽ വെള്ളം ഒഴിക്കുക. ആ വെള്ളം ഈ എല്ലാ ഭാഗത്തും അതിന്റെ എത്തിയിട്ടുണ്ടാവണം, ഒന്നാമത്തെ കണ്ടീഷൻ. 2, ഒഴിച്ച വെള്ളം ആ മൂത്രത്തെക്കാൾ കൂടുതൽ ഉണ്ടായിരിക്കും വേണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ശുദ്ധിയാവും. സാധാരണ കുട്ടികൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അത് നജസ്സാണ്, അതിന് മുകളിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് ആ നജസ് ശുദ്ധിയാവൂല. അത് മുഴുവനായും തുടച്ച് നീക്കിയിട്ട് അവിടെ വെള്ളം ഒഴിക്കണം. അപ്പൊ ഈ കേസിൽ ആ പ്രശ്നം വരുന്നില്ല എന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. വമാ തനജ്ജസ ബിൽ മുതവസ്സിതതി. ഇനി എവിടെ? അപ്പൊ വസ്ത്രത്തിൽ തന്നെ ഒരേ വിധി. അത് നിലത്താവട്ടെ വസ്ത്രത്തിലാവട്ടെ, ഇവിടെ നിലത്താവുന്ന വിഷയം പറഞ്ഞിട്ടില്ല. എവിടെയാണെങ്കിലും വസ്ത്രത്തിലാണെങ്കിലും അതിന്റെ മുകളിൽ കൂടി വെള്ളം അതിനേക്കാളും കൂടുതൽ അങ്ങ് ഒലിപ്പിച്ചാൽ തന്നെ മതിയാവുന്നതാണ് എന്നർത്ഥം. പക്ഷെ എല്ലായിടത്തും എത്തിയിരിക്കണം, അതിനനുസരിച്ചുള്ളിടത്തൊക്കെ വെള്ളം എത്തണം. പറ്റൂല, കാരണം അപ്പോ വസ്ത്രത്തിലാകുമ്പോൾ സാധാരണ നജസാവുന്ന വിധി തന്നെയാണ്. ഇപ്പൊ 2 വയസ്സ് കൂടുതലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻ വെക്കാത്ത ഏത് കുട്ടിയുടെ ആണെങ്കിലും ഏത് വലിയ ആളുടെ ആണെങ്കിലും ഒരേ വിധിയാണ് നജസിന്റെ. അപ്പൊ അവിടെ ആ നജസ് നീക്കം ചെയ്യണം ആദ്യം, എന്നിട്ട് കഴുകണം. മനസ്സിലായോ? അത് പറയുന്നുണ്ട്. ഇപ്പൊ ഈ മൂത്രം പോലത്തെ നജസ് ഇപ്പൊ വസ്ത്രത്തിലായി, എന്നിട്ട് അത് നല്ലോണം ഉണങ്ങി പിടിക്കുകയും ചെയ്ത്, അപ്പൊ അതിന്റെ മുകളിൽ കൂടി ഒരു വെള്ളം ഒലിപ്പിച്ചാൽ മതി എന്ന് വിഷയം പറയുന്നുണ്ട്. അത് വരും. ഇത് വെള്ളമായിട്ട് ഇങ്ങനെ കിടക്കുന്ന വിഷയത്തിലാണ് നമ്മൾ പറഞ്ഞത്. നനഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ അതിന് മുകളിൽ വെള്ളം ഒഴിച്ചിട്ട് അത് വേറെ തന്നെ എന്ത് ചെയ്യണം, പിഴിഞ്ഞിട്ട് ആ നജസ് പോയി എന്ന് തോന്നുന്നത് വരെ വെള്ളം ഒഴിച്ചിട്ട് ക്ലിയർ ചെയ്യണം. അതാണ് അതിന്റെ നിയമം. ഉണങ്ങിക്കഴിഞ്ഞാലുള്ള വിഷയമാണ് ഞാൻ പറഞ്ഞത്, മുകളിൽ കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചാൽ മതി. അതോടൊപ്പം തന്നെ ആ നജസിന്റെ ഒരു അസറും ബാക്കിയാവരുത്. വമാ തനജ്ജസ്, അതാ പറയുന്നത് വമാ തനജ്ജസ ബിൽ മുതവസ്സിതതി. ഈ പറഞ്ഞ മുഗല്ലദായ നജസ്, പട്ടി, പന്നി, അതല്ലെങ്കിൽ ചെറിയ കുട്ടിയുടെ ഈ പറഞ്ഞ നിബന്ധനകളോടുകൂടെയുള്ള കുട്ടിയുടെ മൂത്രം, ഇത് രണ്ടും അല്ലാത്ത ബാക്കിയുള്ള എല്ലാ നജസ്സുകളും, അത് ഇനി എന്ത് തന്നെ നജസ്സാവട്ടെ, ആ നജസ് കൊണ്ട് മുത്തനജ്ജിസായ വല്ല വസ്തുവും, അത് അതിനെ പറ്റിയാ പറയുന്നത്. അതെങ്ങനെയാണ് ശുദ്ധീകരിക്കാം? വമാ തനജ്ജസ ബിൽ മുതവസ്സിതതി, മുതവസ്സിതത്തായ നജസ് കൊണ്ട് നജസായി തീർന്നത്. വഹുവ ഗൈറുൽ മുഗല്ലദി, മുതവസ്സിതത്ത് എന്ന് പറഞ്ഞ എന്താ? ഗൈറുൽ മുഗല്ലദ്, മുഗല്ലദ് അല്ലാത്തത്. ഗൈറുൽ മുഗല്ലദി വൽ മുഖഫഫി, മുഖഫഫും മുഗല്ലദും അല്ലാത്തതിനാണ് എന്ത് പറയാ? മുതവസ്സിതത്ത് എന്ന് പറയാം. അത് അങ്ങനെ ആ മുതവസ്സിതത്ത് കൊണ്ട് നജസായ വസ്തു ഇൻ കാനത്ത് ഹുക്കുമിയത്തൻ, അത് ഹുക്കുമിയത്താണെങ്കിൽ, ആ നജാസത്ത് ഹുക്കുമിയത്താണ്. ഹുക്കുമിയത്തായ നജസ് എന്ന് പറഞ്ഞാൽ എന്താ? ലാ തുദ്റക്കു, അത് അറിയൂല, ബി ഇഹ്ദൽ ഹവാസി, ഏതെങ്കിലും ഒരു പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അത് തിരിച്ചറിയാൻ കഴിയൂല.
അത് തൊട്ടിട്ടോ മണത്തിട്ടോ കണ്ടിട്ടോ രുചിച്ചിട്ടോ ഒന്നും തിരിയൂല അത്. ക ബൗലിൻ ജഫ, ഉണങ്ങിയ മൂത്രം പോലെ. ക ബൗലിൻ മൂത്രം പോലെ ജഫ, അത് ഉണങ്ങിയിട്ടുണ്ട്. വലം തുദറക് ലഹു സിഫത്തുൻ, അതിന് ഒരു വിശേഷണം ഇപ്പൊ നിലവിൽ അറിയപ്പെടുന്നില്ല. ഉദാഹരണത്തിന് നല്ല ഒരു മഞ്ഞ കളർ മൂത്രമായിരുന്നു, അത് ഉണങ്ങിയപ്പോ ആ മഞ്ഞ കളർ അവിടെ ഉണ്ട്, അപ്പൊ പറ്റൂല. സാധാരണ മൂത്രം അത് ഉണങ്ങുകയും ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു മൂത്രം ഉണ്ടായിരുന്നു എന്ന് അറിയുന്ന പോലുമില്ല. ആ കോലത്തിലാണെങ്കിൽ അതിന് പറയുന്നതാണ് ഹുക്കുമീയത്താണെങ്കിൽ, ഹുക്കുമീയത്തായ നജസ് എന്ന് പറഞ്ഞാൽ അതിപ്പോ വിധി പ്രകാരം നജസാണ് എന്നേ ഉള്ളൂ, അത് പിന്നെ അനുഭവത്തിൽ നജസായിട്ട് കാണുന്നില്ല. അങ്ങനെയുള്ളതാണെങ്കിൽ കഫ, മതിയാകുന്നതാണ്. ജറിയുൽ മായി അലൈഹി മറത്തൻ, ജറിയുൽ മായി വെള്ളം ഒഴുക്കൽ മതിയാകുന്നതാണ്. അലൈഹി അതിന്റെ മുകളിൽ, മറത്തൻ ഒറ്റ പ്രാവശ്യം അതിന്റെ മുകളിൽ കൂടി വെള്ളം ഒഴുകിയാൽ മതി, എന്നാൽ തന്നെ അത് ശുദ്ധിയാകും. ഇപ്പൊ വസ്ത്രത്തിലോ നിലത്തോ ഒരു കുട്ടി, കുറച്ച് 2 വയസ്സുള്ള കുട്ടി തന്നെ കുട്ടിക്കോ അത് മൂത്രമൊഴിച്ചു, അങ്ങനെ ആ നജസ് അവിടെ കിടക്കുന്നുണ്ട്, അത് ഉണങ്ങിപ്പോയിട്ടുണ്ട്. ആ ഉണങ്ങിയ നജസ് ആണെങ്കിൽ അതിന് മുകളിൽ കൂടി ഒന്ന് വെള്ളം ഒഴിച്ചാൽ മതി. അതിന് വസ്ത്രത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അത് തന്നെ അതിന്റെ ഒരു വിശേഷണം അവിടെ നിലനിൽക്കുന്നില്ല. അങ്ങനെയാണെങ്കിലാണ് പറഞ്ഞത്. ഇനി വഇൻ കാനത്ത് ഐനീയത്തൻ, ഇനി ഈ ഹുക്കുമീയത്തല്ല മറിച്ച് ഐനീയത്താണ്. ഐനീയത്ത് എന്ന് പറഞ്ഞാൽ എന്താ, അത് തുതിറക്കു അറിയാൻ കഴിയും അതിന്, ബി ഇഹ്ദൽ ഹവാസി ഏതെങ്കിലും ഒരു പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയും അതിന്. അങ്ങനെയുള്ളതാണെങ്കിൽ ഫലായത്തുഹുറു അത് ശുദ്ധിയാവുന്നതല്ല, ഇല്ലാ ബി ഇസാലത്തി ഐനിഹ അതിന്റെ ഐനിനെ ഇസാലത്ത് ചെയ്യൽ കൊണ്ടല്ലാതെ, അതിന്റെ ഐനിനെ നീക്കം ചെയ്യൽ കൊണ്ടല്ലാതെ അത് ശുദ്ധിയാകൂല. ഉദാഹരണത്തിന് കാഷ്ടമുണ്ട്, അപ്പൊ കാഷ്ടം നീക്കണം, അതിന്റെ മണോ അതുപോലെ തന്നെ എന്തെങ്കിലും സ്മെല്ല് അതുപോലെ തന്നെ അതിന്റെ നിറമൊക്കെ അവിടെ പിന്നെയും ബാക്കിയായിട്ടുണ്ട് കാഷ്ടം നീക്കിയിട്ട്, എന്നാൽ അതും നീക്കണം. അതാ പറഞ്ഞേ ഇസാലത്തി ഐനിഹ, കാഷ്ടം നീക്കണം. വസിഫാത്തിഹ അതിന്റെ വിശേഷണങ്ങളും നീക്കണം. അതിന്റെ വിശേഷണമാണ് കാഷ്ടത്തിന്റെ മണം, അവിടെ പറ്റി പിടിച്ച് കിടക്കുന്ന നിലത്തുള്ള മണം പോകുന്നവരെ അവിടെ ക്ലീൻ ചെയ്യണം എന്നർത്ഥം. വഇൻ തവഖഫത്ത് അലാ നഹ്വി സാബൂനിൻ, ഇനിയിപ്പോ ചില നജസുകൾ, അപ്പൊ നിങ്ങൾ ചോദിക്കും ചില നജസ് ഉണ്ടല്ലോ അതിന് എത്ര എടുത്തു കഴിഞ്ഞാൽ അതിന് നജസിന്റെ മണം അവിടെ ഉണ്ടാവും, അങ്ങനെയുള്ള ഉണ്ടാവില്ല ചിലപ്പോ. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോ വഇൻ തവഖഫത്ത് ആ നജസിനെ ഇസാലത്ത് ചെയ്യൽ, നീക്കം ചെയ്യൽ നിലനിന്നിട്ടുണ്ടെങ്കിലും അലാ നഹ്വി സാബൂനിൻ സോപ്പ് പോലത്തത് ഉപയോഗിക്കുന്നതിന് മേലെ നിലനിന്നു എന്ന് പറഞ്ഞാല് സോപ്പ് പോലത്തത് ഉപയോഗിച്ചാൽ മാത്രമേ മണം പോവുള്ളൂ, അങ്ങനെയാണെങ്കിലോ വജബ, എന്നാൽ അതും ചെയ്യലും അതും നിർബന്ധമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു നജസ് ഇത് നമ്മുടെ വീടുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും മറ്റൊക്കെ, ഇപ്പൊ പള്ളിയിലാണെങ്കിലും ഒക്കെ എവിടെയാണെങ്കിലും ഈ നജസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ചില ആൾക്കാർക്ക് അറിയൂല. അത് ചിലപ്പോ ഒന്നായിട്ട് ഒറ്റ തുടക്കൽ എല്ലായിടത്തും കൂടി അങ്ങ് തുടച്ചിട്ട് അങ്ങ് ഒഴിവാക്കിക്കളയും ചിലപ്പോ. ശരിയല്ല ഞാൻ പറഞ്ഞേ? ഈ മഫും കൊണ്ട് ചിലപ്പോൾ ആ നജസ് ഒന്നിങ്ങനായിട്ട് വെള്ളാക്കിയിട്ട് തുടച്ചു. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കാര്യമായിരിക്കുമല്ലോ ഒരു പക്ഷേ, മറ്റു ചിലപ്പം നോൺ മുസ്ലിംസ് ആയിരിക്കും ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫുകൾ, അവർക്കിത് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ളടത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നിടത്ത് പറഞ്ഞു കൊടുക്കണം. ആദ്യം നജസിനെ നീക്കിയിട്ട് വേണം പിന്നെ അവിടെ ശുദ്ധീകരിക്കാൻ. എല്ലാ നജസാണ് എല്ലായിടത്തും പരക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ ഐനിനെ നീക്കിയാൽ മാത്രം പോരാ, ആ ഐനിനെ നീക്കിയിട്ട് അതിന്റെ വല്ല സിഫാത്തും ബാക്കിയായിട്ടുണ്ടെങ്കിൽ, നജസിനെ നീക്കിയിട്ട് അതിന്റെ സിഫാത്ത് ബാക്കിയായിട്ടുണ്ടെങ്കിൽ ആ സിഫാത്തും നീക്കം ചെയ്യുന്നത് വരെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടും മറ്റും ക്ലീൻ ചെയ്യണം. വലാ യദുറു ബുദ്ധിമുട്ടാക്കുന്നതല്ല, ബഖാഉ ലൗനിൻ നിറം ബാക്കിയാവുന്നത്, ഔ രീഹിൻ മണം ബാക്കിയാവുന്നത്, അസുറ സവാലുഹു അതായത് സോപ്പ് ഉപയോഗിച്ചാലും പോകില്ല, അങ്ങനത്തെ മണമുള്ള സാധനമാണ്. അല്ലെങ്കിൽ അതിന്റെ നിറമുണ്ട്, ആ നിറം പോകുന്നില്ല. ഉദാഹരണത്തിന് കുട്ടി കാഷ്ടിച്ചു വസ്ത്രത്തിൽ, എത്ര സോപ്പിട്ട് അലക്കിയിട്ടും അതിന്റെ ആ നിറം പോകുന്നില്ല, ഒരു മഞ്ഞ കളർ ഇങ്ങനെ കാണുന്നുണ്ട് വസ്ത്രത്തിൽ, അത് കുഴപ്പമില്ല. അതേപോലെ തന്നെ എത്ര ശ്രമിച്ചിട്ടും നീങ്ങാത്ത മണം, സോപ്പ് ഉപയോഗിച്ചിട്ട് വരെ മണം പോകുന്നില്ല, അങ്ങനെയുള്ള മണം ഇപ്പൊ ഒന്നും ചെയ്യാനില്ല, അത് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ഫൈൻ ബക്കിയ മഅൻ, ഇനി ഈ നിറവും ബാക്കിയായി മണവും ബാക്കിയായി, നിറവും ബാക്കിയായി മണവും ബാക്കിയായി. ഉദാഹരണത്തിന് കുട്ടി കാഷ്ടിച്ച തുണി, തുടച്ച തുണി,
അത് കുറെ കഴുകി, കുറച്ചൊക്കെ കഴുകി. അപ്പോൾ അതിൽ നിറവും ബാക്കിയുണ്ട്, മണത്ത് നോക്കുമ്പോൾ മണവും ബാക്കിയുണ്ട്. ഇനിയിപ്പോൾ നക്കി നോക്കേണ്ട ഇതും കൂടെ ഉണ്ടാവുള്ളൂ, അപ്പോൾ രുചിയും ബാക്കിയുണ്ടായിരിക്കും. അപ്പൊ രണ്ട് വിശേഷണം ഒരുമിച്ച് വന്ന് ബാക്കിയായി കഴിഞ്ഞാൽ ഫൈൻ ബക്കിയ മഅൻ, അതല്ലെങ്കിൽ ഔ ബക്കിയ ത്വഅമു ഫഖത്ത്, ഏയ് രുചി മാത്രം ബാക്കിയായി, ഫലാ യത്ഹുറു, അപ്പൊ ശുദ്ധിയാവൂല. അപ്പൊ ഒരു നജസ്സിനെ നീക്കിയിട്ട് ആ നജസ്സിന്റെ രുചി മാത്രം തന്നെ ബാക്കിയായാൽ അത് ശുദ്ധിയാവൂല. അല്ലെങ്കിൽ നിറവും അതിന്റെ രീഹും മണവും ബാക്കിയായി, എന്നാലും ശുദ്ധിയാവൂല. ഇനി പല കോലത്തിനും ശ്രമിച്ചിട്ടും നിറം മാത്രം ബാക്കി, അല്ലെങ്കിൽ അതിന്റെ മണം മാത്രം ബാക്കി, അത് പ്രശ്നമല്ല എന്നാണ് പറഞ്ഞത്. മസാല ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? പറഞ്ഞത് ഒന്നുകൂടി പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറയാൻ നിങ്ങൾ ആവശ്യപ്പെടണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ചോദ്യം ഉണ്ടോ? ഇനി പറയുന്നത് സുവറുൻ മിൻ തത്ഹീരിൻ നജാസത്തി, നജസ് ശുദ്ധീകരിക്കുന്നതിന് കുറച്ച് രൂപങ്ങൾ, അതാണ് ഇനി അടുത്തതായിട്ട് ചർച്ച ചെയ്യുന്നത്. നജസ് ശുദ്ധീകരിക്കുന്നതിന്റെ കുറച്ച് രൂപങ്ങൾ. യുഷ്തറത്തു ഫി ത്വഹാറത്തി ബിൽ മാഇൽ ഖലീലി അൻ യകൂന വാരിദൻ അലൽ മുതനജ്ജിസി. ഖലീലായ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു പാട്ട വെള്ളം അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം, ഇതൊക്കെ 2 കൊല്ലത്തിൽ കുറവുള്ള വെള്ളം, അതിനെപ്പറ്റി പറയുന്നതാണ് കലീലായ വെള്ളം. കലീലായ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുമ്പോഴൊക്കെ അത് ഒഴുക്കിക്കൊണ്ട് വേണം ശുദ്ധിയാക്കാൻ. അതിൽ കുത്തിക്കൊണ്ട് ശുദ്ധിയാക്കിയാൽ ശുദ്ധിയാവൂല. ക്ലിയർ അല്ലേ? അതാണ് ഈ പറഞ്ഞത്. ഉദാഹരണത്തിന് ഇറച്ചിക്കടയിൽ കോയിൻ അറുത്തു, ഒരു ബക്കറ്റ് നിറച്ചും വെള്ളമാക്കി മൂപ്പര്. എന്നിട്ട് ഈ അറുത്ത കോയിനെ ആ ബക്കറ്റിലിട്ടിട്ട് ഈ കത്തി എന്ത് ചെയ്തു, അങ്ങനെ മുക്കിങ് എടുത്തു. ശുദ്ധിയാവോ ഇല്ലയോ? നജസെല്ലാം പോയിട്ടുണ്ട്, അതിനകത്തൊന്നും കാണാനില്ല. ശുദ്ധിയാവില്ലയോ? ശുദ്ധിയാവൂല. കാരണം എന്താ? ആ ബക്കറ്റിലുള്ള വെള്ളം എന്ന് പറഞ്ഞത് അത് കലീലായ വെള്ളമാണ്. കലീലായ വെള്ളം അത് കുറഞ്ഞ വെള്ളമാണ്. അത് ശുദ്ധിയാവണമെങ്കിൽ, അതിനെക്കൊണ്ട് ശുദ്ധീകരിക്കണമെങ്കിൽ അത് ഒഴുക്കിക്കൊണ്ട് കഴുകിയാൽ മാത്രമേ ശുദ്ധിയാവുള്ളൂ എന്നാണ് പറഞ്ഞത്. യുഷ്തറത്തു ഫി ത്വഹാറത്തി ബിൽ മാഇൽ ഖലീലി, യുഷ്തറത്തു ഷർത്താക്കപ്പെടും, നിബന്ധനയാക്കപ്പെടും, ഫി ത്വഹാറത്തി ശുദ്ധീകരണ പ്രക്രിയയിൽ, ബിൽ മായി വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുന്നതിൽ, അൽ ഖലീലി കലീലായ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുന്നതിൽ നിബന്ധനയാണ് അൻ യകൂന ആയിരിക്കൽ, ആ വെള്ളമായിരിക്കൽ, വാരിദൻ ഒഴുകി വരുന്നതായിരിക്കണം, അലൽ മുതനജ്ജിസി മുതനജ്ജിസായ നജസാക്കപ്പെട്ട വസ്തുവിന്റെ മേൽ വന്നു ചേരുന്ന വെള്ളമായിരിക്കണം. അല്ലാതെ ഈ മുതനജ്ജിസ വെള്ളത്തിലേക്ക് പോക്കല്ല, വെള്ളം അതിലേക്ക് വരണം. ഫലു അക്കസ, ഇതിന്റെ ഓപ്പോസിറ്റ് ആയാൽ, ഉദാഹരണത്തിന് കോഴിയെ അറുത്ത കത്തി നജസ് പുരണ്ട കത്തി ബക്കറ്റിൽ മുക്കുക, അങ്ങോട്ട് പോയിട്ട് ശുദ്ധീകരിക്കുക, ലം യത്ഹുർ, അത് ശുദ്ധിയാകൂല. എന്ന് മാത്രമല്ല വതനജ്ജസൽ മാവു, ആ വെള്ളം നജസാവുകയും ചെയ്യും. വലാക്കിൻ, എങ്കിലും, യക്ഫി മതിയാകുന്നതാണ്, ഫിൽ ഫമി വായയിൽ, വൽ ഇനായി പാത്രത്തിലും മതിയാകും, സബ്ബുൽ മായി ഫീഹിമ അവ രണ്ടിലും വെള്ളം ഒന്ന് ഇളക്കിയാൽ മതി, ഇങ്ങനെ കറക്കിയാൽ മതി. സബ്ബുൽ മായി ഫീഹിമ വെള്ളം അതിലൊഴിക്കുക, വ ഇദാറത്തുഹു ബിജവാനിബിഹിമ അതിന്റെ ഭാഗങ്ങളിൽ പാർശ്വങ്ങളിലേക്കെല്ലാം ഒന്ന് കറക്കിയാലും മതി. നമ്മളിപ്പോൾ പറഞ്ഞ പ്രകാരം ഇപ്പോൾ ഒരു ചിക്കൻ ക്ലീൻ ചെയ്ത ഒരു പാത്രമുണ്ട്, അപ്പം അതിൻ്റെ നജസൊക്കെ നീങ്ങിയിട്ടുണ്ടാവും, എന്നാലും ആ വെള്ളം അത് ഒലിപ്പിച്ച് കളയുന്നതോടുകൂടി അതിനുള്ള നജസായിട്ടുള്ള വെള്ളമൊക്കെ പോയി. പക്ഷെ അതിൽ സൈഡിലൊക്കെ പറ്റി പിടിച്ച ആ വെള്ളം ഉണ്ടല്ലോ, അതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന വെള്ളം, അതിൻ്റെ നനവുണ്ടാവുമല്ലോ, അത് നജസാണല്ലോ, അപ്പോൾ അത് നജസായ വെള്ളമല്ലേ. അപ്പം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ബുദ്ധിമുട്ടാണ്. കാരണം വെള്ളം ഇങ്ങനെ ഒഴുകി വരുകയും വേണം, അങ്ങനെ പോവുകയും വേണമല്ലോ, എന്നാലും ഒഴുകി വരലാവുള്ളൂ. അപ്പം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കറക്കി കളഞ്ഞാൽ മതി എന്നാണ് ഒരു ഇളവാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വായിൽ നജസായി, നജസ് ക്ലീൻ ചെയ്യാൻ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ പുറത്തേക്ക് തുപ്പിക്കൊണ്ടിരിക്കാനാവോ? ഒരേ ഒലിക്കുമ്പോൾ തന്നെ പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൽ. അപ്പം അതിൻ്റെ ആവശ്യമില്ല, മറിച്ച് വെള്ളം വായയിലാക്കിയിട്ട്
നല്ലവണ്ണം കൊപ്പിളിച്ച് കളഞ്ഞാൽ മതി. വെള്ളം വായിൽ ചുഴറ്റി കളഞ്ഞാൽ മതി. വയജിബു അതേസമയം വയജിബു നിർബന്ധമാകുന്നതാണ് അൽ മുബാലഗത്തു ഫിൽ ഗർഗറത്തി. അതോടൊപ്പം വെള്ളം ഒന്നിങ്ങനെ ഇതാക്കി കളയാ, അതോടൊപ്പം എന്തും ചെയ്യണം, മുബാലഗത്ത് വേണം, നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നല്ലോണം ഒന്ന് കഴുകണം. ഫിൽ ഗർഗറത്തി, ഈ പിന്നെ കമുണ്ട് പിടിക്കാന്ന് പറയില്ല വെള്ളം, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ, ഇങ്ങനെ എന്നിട്ട് ആക്കുന്നതിന് എന്താ പറയാ, വെള്ളം വായിലാക്കിയിട്ട് തൊണ്ടയിലിട്ട് ഇങ്ങനെ കംപ്രസ് ചെയ്യുന്നതിന് എന്താ പറയാ, എന്താ പറയാ, ഒന്നും പറയൂലേ? ഈ വായിൽ പുണ്ണൊക്കെ കഴിഞ്ഞാല് അല്ല തൊണ്ടവേദന ഉണ്ടാകുമ്പോഴൊക്കെ ഉപ്പ് ചെറു ചൂടുവെള്ളത്തിലുള്ള ഉപ്പിട്ടിട്ട് കമുണ്ട് പിടിക്കാന്നല്ല പറയാം. അപ്പൊ അങ്ങനെ വായിൽ വെള്ളം ആ ഒരു ഭാഗത്ത്, നമ്മുടെ തൊണ്ടയുടെ ഭാഗത്ത് ക്ലീൻ ചെയ്യുമ്പോൾ അവിടെ ഒന്ന് നല്ലോണം എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം, ഒന്ന് ഇളക്കിയിട്ട് തന്നെ ആ രൂപത്തിൽ ചെയ്യണം. ഹത്ത യത്തുഹുറ കുല്ലു മാഫി ഹദ്ദി ലാഹിർ, ലാഹിറിന്റെ ഹദ്ദിലുള്ള എല്ലാം ശുദ്ധിയാകുന്നത് വരെ. ലാഹിറിന്റെ ഹദ്ദിലുള്ള എല്ലാം ശുദ്ധിയാവണം. ലാഹിറിന്റെ ഹദ്ദ് എന്ന് പറഞ്ഞാല് പിന്നെ വെളിവാകുന്ന ഭാഗം എന്ന് പറയുമ്പോൾ വായയുടെ പിന്നെ വെളിവാകുന്ന ഭാഗം എന്ന് പറയുന്ന പരിധിയിൽ വരുന്നതെല്ലാം, എന്നുവെച്ചാൽ തൊണ്ടന്റെ തുടക്കം ഭാഗം അതുവരെയുള്ളത് നല്ല വൃത്തിയിൽ ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചുരുക്കം. ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഹത്താ യതുഹുറ കുല്ലു മാ ഫി ഹദ്ദിൽ ലാഹിരിൽ ഫമിൽ മുത്തനജ്ജിസി, മുത്തനജ്ജിസായ ഫമിന്റെ വായയുടെ ലാഹിറിന്റെ ഹദ്ദ്, ലാഹിറായ ഭാഗത്തിന്റെ ഹദ്ദ് പരിധി, അതിനുള്ളിൽ വരുന്ന മുഴുവനും ശുദ്ധിയാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നർത്ഥം. ഇനി വേറൊരു വിഷയം, ഇദാ തനജ്ജസൽ മാഉൽ ഖലീലു ബി മുലാഖാതി നജസിൻ, ഒരു കലീലായ വെള്ളം നജസായി, ഇദാ തനജ്ജസൽ മാഉൽ ഖലീലു, കലീലായ വെള്ളം നജസായി തീർന്നാൽ, ബി മുലാഖാതി നജസിൻ, ഒരു നജസിനെ കണ്ടുമുട്ടൽ കൊണ്ട്, ദൂരത്തുനിന്ന് ഇങ്ങനെ കണ്ടു എന്നുള്ളതല്ല, നജസ് അതിൽ വന്നു ചേർന്നു, അല്ലെ ഇത് അങ്ങോട്ട് കൂട്ടിമുട്ടി നജസായിട്ട്, അങ്ങനെ ആയാൽ ലാ യത്തുഹുറു, അത് ശുദ്ധിയാകൂല, ഇല്ലാ ബി കസ്റത്തിഹി, ഈ വെള്ളത്തെ 2 കുല്ലത്തിനേക്കാൾ കൂടുതലാക്കൽ കൊണ്ടല്ലാതെ നജസ് ശുദ്ധിയാകൂല. അവിൽ കസീറു, അല്ലെങ്കിൽ കസീറായ വെള്ളം, ഉദാഹരണത്തിന് ഹൗദിലുള്ള 2 കുല്ലത്ത് കൂടുതലുള്ള വെള്ളം, അത് നജസായി ബി തഗയ്യുരി, തഗയ്യുറോടുകൂടെ, തഗയ്യുറ് കൊണ്ട് നജസായി, തഗയ്യുറ് കൊണ്ട് നജസായി. 2 കുല്ലത്തിൽ കൂടുതലുള്ള വെള്ളത്തിൽ 1 തുള്ളി 2 തുള്ളി 5 തുള്ളി മൂത്രം ഇറ്റിച്ചതുകൊണ്ട് നജസാവോ വെള്ളം? നജസാവോ? നിങ്ങളിവിടെ ഇല്ലേ? നജസാവൂല. കാരണം എന്താ? 2 കുല്ലത്ത് കൂടുതലുള്ള വെള്ളമാണെങ്കിൽ നജസാവണമെങ്കിൽ പകർച്ച വരണം. 2 കുല്ലത്തിൽ കുറവുള്ള വെള്ളമാണെങ്കിൽ അത് നജസിനെ കണ്ടുമുട്ടിയാൽ തന്നെ നജസാവും. ഒരു 3 തുള്ളി മൂത്രം അതിൽ ഇറ്റിച്ചാൽ തന്നെ, ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഇറ്റിച്ചാൽ തന്നെ അത് നജസായി. അല്ലെ 2 കുല്ലത്ത് കുറവുള്ള വെള്ളത്തിൽ ഇറ്റിച്ചാൽ തന്നെ അത് നജസാവും. അപ്പൊ ആ നജസായി കഴിഞ്ഞാൽ 2 കുല്ലത്ത് കുറവുള്ള വെള്ളം അത് ശുദ്ധിയാവണമെങ്കിൽ അത് 2 കുല്ലത്ത് കൂടുതലാക്കുക എന്നുള്ളതാണ് ഒരു മാർഗം. അതേപോലെ 2 കുല്ലത്ത് കൂടുതലുള്ള വെള്ളം അത് ഈ രുചിയിലോ നിറത്തിലോ മണത്തിലൊക്കെ മാറ്റം വന്നുകൊണ്ട് നജസായി, നജസിട്ട് അതിന്റെ മണം അതിന്റെ രുചിയൊക്കെ അതിൽ വന്ന് ആ കോലത്തിലായി കഴിഞ്ഞാൽ അത് ലാ യത്തുഹുറു, ശുദ്ധിയാവുകയില്ല, ഇല്ലാ ബി സവാലിഹി, ആ നജസ് നീങ്ങൽ കൊണ്ടല്ലാതെ. ആ നജസ് നീങ്ങണം, അല്ലെങ്കിൽ ആ തഗയ്യുറ് നീങ്ങണം, തഗയ്യുറ് നീങ്ങൽ കൊണ്ടല്ലാതെ, ആ പകർച്ച നീങ്ങിയാലേ അത് ശുദ്ധിയാവുള്ളൂ. ഉദാഹരണത്തിന് ഹൗദില് ഒരു പൂച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവി വന്ന് കാഷ്ടിച്ച്, അതിന്റെ ആ ഒരു കാഷ്ടത്തിന്റെ മണമൊക്കെ രുചിയൊക്കെ വെള്ളത്തിന് കിട്ടി, ആ രൂപത്തിലായി. അപ്പൊ അത് ശുദ്ധിയാവാന് ആ തഗയ്യുറ് നീങ്ങണം. അപ്പൊ ആ കാഷ്ടം എടുത്ത് ഒഴിവാക്കിയിട്ട് വെള്ളത്തിൽ നിന്ന് എന്ത് ചെയ്യണം, അതിന്റെ രുചി മണമൊക്കെ പോണം, എന്നാൽ അത് ശുദ്ധിയാവും എന്നാണ് പറഞ്ഞത്. ഫലോ വഖഅ ഫീഹി ശഅറു ഹിറത്തിൻ, ഇനി ഈ വെള്ളത്തില് വീണു ശഅറു ഹിറത്തിൻ,
ഈ കൂടുതൽ 2 കൊല്ലത്ത് കൂടുതലുള്ള വെള്ളത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിലെന്ത് ചെയ്തു, ഒരു പൂച്ചയുടെ ഷെയർ വീണു, കുറച്ച് മുടികൾ വീണു പൂച്ചയുടെ. ഹിറത്ത് എന്ന് പറഞ്ഞാൽ പൂച്ച, ഷെയർ എന്ന് പറഞ്ഞാൽ മുടികൾ, അത് വീണു. ഔ ഫഹറത്തിന് അല്ല, എലീന്റെ മുടി വീണു. എലീന്റെ മുടിയും പൂച്ചാന്റെ മുടിയൊക്കെ ശുദ്ധിയാണോ, തഹൂറാണോ? പൂച്ച എലിയൊക്കെ ശുദ്ധിയുള്ള ജീവിയല്ലേ, പിന്നെ എങ്ങനെയാണ് അതിന്റെ മുടി എങ്ങനെയാണ് നജസാവുന്നത്? മുടി നജസാണോ? ഏയ്, നിങ്ങളിവിടെ ഇല്ലേ? ചോദ്യം, പൂച്ചയുടെ മുടി നജസാണോ അല്ലയോ? പറഞ്ഞോളി, അഭിപ്രായം പറഞ്ഞോളി. എന്താ ഇവരുടെ അഭിപ്രായം എന്താ? അസീസ് ഖാന്റെ പൂച്ചാന്റെ മുടി നജസാണോ അല്ലയോ? എപ്പോഴും നജസാണോ? അങ്ങനെയാകുമ്പോ നമ്മള് പൂച്ചാന്റെ അടുത്ത് മടിയിൽ വെക്കുമ്പോ നജസിന്റെ അടുത്ത് മടിയിൽ വെക്കലാവും അല്ലേ? അപ്പോള് അപ്പോ ഈ തൂവലല്ലോ, പക്ഷിയുടെ തൂവൽ, കാക്കിയുടെ തൂവൽ, ഈ വിഷയെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ വിഷയങ്ങളാണ്. ഞങ്ങൾക്ക് ഓർമ്മയില്ല. അതിൽ നമ്മളൊരു മാനദണ്ഡം പറഞ്ഞിരുന്നു. ജീവിതകാലത്ത് എന്ന് വെച്ചാല് ചാകുന്നതിന് മുന്നേ ജീവികളിൽ നിന്ന് വേർപെട്ട് വരുന്ന ശരീരാവയവങ്ങൾ, അതിൽ പെട്ടതാണല്ലോ ഇപ്പൊ രോമവും തൂവലൊക്കെ. അതിന്റെ വിധി കേട്ടോളി, അതിന്റെ വിധി 2 രൂപത്തിലാണ്. തിന്നപ്പെടുന്ന ജീവിയുടേതാണ് എങ്കിൽ, തിന്നാൻ പറ്റുന്ന ജീവിയുടേതാണ് ജീവിതകാലത്ത് പറഞ്ഞു പോകുന്നത്, എന്നാൽ അത് ശുദ്ധിയാണ്. ഉദാഹരണത്തിന് കോഴിത്തൂവല് ശുദ്ധിയാണ്, പ്രാവിന്റെ തൂവല് ശുദ്ധിയാണ്, കാരണം ഈ ജീവികളൊക്കെ തിന്നാൻ പറ്റും അറുത്ത് കഴിഞ്ഞാൽ. അതല്ല, തിന്നാൻ പറ്റാത്ത ജീവികളുടെ, അതുപോലെ തന്നെ പോത്തിന്റെ രോമം ശുദ്ധിയാണ്, പശുവിന്റെ രോമം ശുദ്ധിയാണ്. ഇതൊക്കെ തിന്നാൻ പറ്റുന്ന ജീവികളാണ് അറുത്ത് കഴിഞ്ഞാൽ. അത് ജീവിതകാലത്ത് പറഞ്ഞു പോന്നാൽ അത് ശുദ്ധിയാണ് എന്നർത്ഥം. അറുത്ത് തിന്നാൻ പറ്റാത്ത ജീവികളുടെ ശരീരഭാഗങ്ങൾ ജീവിതകാലത്ത് വേർപെട്ടു. ഉദാഹരണത്തിന് ആനക്കൊമ്പ്, മയിലിന്റെ പീലി, പൂച്ചയുടെ രോമം, ഇതൊക്കെ അറുത്ത് തിന്നാൻ പറ്റിയ ജീവികളല്ല. അത് ജീവിതകാലത്ത് പറഞ്ഞു പോന്നാൽ അത് നജസാവും. ആ ജീവിയുടെ ശരീരത്തിൽ നിൽക്കുന്ന സമയത്ത് നജസ്സുമല്ല. ഇപ്പൊ ഒരു മയില്, ആ മയില് നജസാണോ? നായ പട്ടി പോലെ നജസാണോ? അല്ല. അതിന് തൂവലും നജസല്ല. അത് വേർപെട്ട് വന്നാലാണ് നജസാവുക. പൂച്ച നജസാണോ? പൂച്ചയുടെ ശരീരത്തിലുള്ള രോമം നജസാണോ? അല്ല. അത് വേർപെട്ട് പോന്നാല് നജസാവും. കാരണം പൂച്ച എന്ന് പറയുന്നത് അറുത്ത് തിന്നാൻ പറ്റുന്ന. ഉണ്ടോ? നിങ്ങൾ ശേഖരിക്കലുണ്ടോ? അസീസ്ക്ക് ശേഖരിക്കലുണ്ടോ? അസീസ്ക മയിൽപ്പീലി ശേഖരിക്കണ്ടോ? ചെറുപ്പത്തില് കുട്ടികളൊക്കെ മയിൽപ്പീലിയുടെ അതൊക്കെ ഇപ്പൊ അസീസ്ക്ക് ശേഖരിക്കലില്ല, ചെറുപ്പത്തിൽ കുട്ടികളാക്കുന്നുണ്ടെന്ന് പറയാം. ഇപ്പൊ നമ്മള് 4 ആൾക്കാരും ശേഖരിക്കുന്നില്ല, 3 ആൾക്കാരും. അപ്പൊ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവാം. അത് നജസാണ് സാധനം. പക്ഷെ നജസാണ് എന്നുള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ മേത്ത് നജസായോ? അതുകൊണ്ട് അത് ശരീരത്തിലുണ്ടെങ്കിൽ നിസ്കരിക്കാൻ പറ്റൂല. നജസിനെ എന്താ പറയാ, അതിന്റെ ആ നജസിന്റെ വിധികളൊക്കെ അതിനുണ്ടാവും എന്നാണ് അതിന്റെ ചുരുക്കം. അത് കുട്ടികൾ അങ്ങനെ ആക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അത് നജസല്ലാതെ ആവില്ല. അതേസമയത്ത് ഹനഫി മദ്ഹബിൽ അത് നജസല്ല എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ, മയില്. അതുകൊണ്ടാണ് നിങ്ങൾ നോർത്ത് ഇന്ത്യയിലും തമിഴ്നാട്ടിലൊക്കെ ചില മക്കാമുകളിലൊക്കെ പോയാൽ അവിടെയൊക്കെ കാണാം ഈ മയിൽപ്പീലി കൊണ്ട് ഇങ്ങനെ, നമ്മുടെ നാട്ടിലൊക്കെ ഈ തുണി കൊണ്ട് ഇങ്ങനെ ഇതാക്കി തരുന്ന പോലെ ആക്കി തരും, തലയിലാക്കി തരും. അത് അവരുടെ മതബിൽ പറ്റും, നമ്മളെ മതബിൽ പറ്റൂല. അപ്പൊ തല കാണിച്ചു കൊടുക്കാൻ നിൽക്കരുത്. നിനക്ക് മനസ്സിലായോ? ഇനി അപ്പൊ എന്താ പറഞ്ഞേ? ശരീരത്തിൽ നിന്ന് വേർപെട്ട് വന്നു കഴിഞ്ഞാൽ ജീവിതകാലത്ത് തിന്നാൻ പറ്റുന്ന ജീവിയുടേതാണോ വേർപെട്ട് വന്നേ, എന്നാ നജസല്ല. തിന്നാൻ പറ്റാത്ത ജീവിയുടേതാണോ വേർപെട്ട് വന്നേ, എന്നാ നജസാവും. അതുകൊണ്ടാണ് പൂച്ചാന്റെ രോമം നജസാവുന്നത്. അത് വേർപെട്ട് കഴിഞ്ഞാൽ മാത്രമേ നജസാവുകയുള്ളൂ. ഇനി
ഇനി പറയുന്നത്, അപ്പൊ ഇവിടെ എന്തായിരുന്നു ചർച്ച, എങ്ങനെ നമ്മൾ അങ്ങോട്ടൊക്കെ പോയത്? ആ അപ്പോ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് പറഞ്ഞാല് 2 കൊല്ലത്ത് കൂടുതലുള്ള വെള്ളം, ഉദാഹരണത്തിന് ഹൗദിലുള്ള വെള്ളം, അതിൽ കുറേ പൂച്ചാന്റെ രോമം ഒന്നായിട്ട് വന്ന് വീണ്. സംഗതി ഒരു പൂച്ച അതിൽ ചാടിയതായിരുന്നു. മൂപ്പര് ചാടി അങ്ങനെ തന്നെ എണീറ്റ് പോയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് രോമം അതിലായിട്ടുണ്ട്. ഫഹുവ തഹൂറൻ, ആ വെള്ളം തഹൂർ തന്നെയാണ്. പക്ഷേ തഅദ്ദറ ഇസ്തിഅമാലുഹു, പക്ഷെ അത് ഉപയോഗിക്കൽ പ്രയാസമാണ്. ഉപയോഗിക്കാൻ പറ്റില്ല, ഉപയോഗിക്കൽ പ്രയാസമാണ്. ഏയ് തഹൂറാണ്, വെള്ളം തഹൂറാണ്, പക്ഷെ ഒതു കൊടുക്കാൻ പറ്റുമോ? അത് പറ്റൂല. അപ്പൊ അത് ഉപയോഗിക്കണം, എന്ത് ചെയ്യണം? ഫൽ യുൻസഹ്, അതിങ്ങനെ തേവിയിട്ട് ആ നജസ് നീക്കണം. ഹത്ത യസൂല ഷാറു, അങ്ങനെ ആ മുടി നീങ്ങുന്നത് വരെ. മുടി നീങ്ങിയ ശേഷം പിന്നെ ആ വെള്ളം ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഈ കിണറ്റിലെല്ലാം പൂച്ച കഴിഞ്ഞാൽ എന്താ ചെയ്യാ? കിണറ്റിൽ പൂച്ച വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പൂച്ചാനെ പെട്ടെന്ന് ജീവനോട് കിട്ടുമെങ്കിൽ ഉയർത്തി കൊണ്ടുവരണം. ഇനി ചത്തുപോയിട്ടുണ്ടെങ്കിൽ അതിനെ മറവ് ചെയ്യണം. പിന്നെ ആ വെള്ളത്തില് എന്താ ചെയ്യല്? നാട്ടുകളിലൊക്കെ എന്താ ചെയ്യാ? എങ്ങനെയാണ് ചെയ്യല് നിങ്ങൾ പറയും? ഉമ്മിയുടെ അങ്ങനത്തെ പറയാം. ഉമി ഇടുക അല്ലെ? ഈ ഉമ്മിയുടെ ഉമി. അപ്പൊ ഈ ഉമി ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക പറഞ്ഞാല് ആ രോമങ്ങൾ അടിയിലേക്ക് പോയിട്ട് മണ്ണിലേക്ക് ചേരുന്നുള്ളതാണ്. അതിനല്ലേ? അപ്പൊ വെറും ഉമിയിടൽ മാത്രല്ല ആ വെള്ളം വടിച്ച് ഒഴിവാക്കലുണ്ട്. ഇപ്പൊ ഇവിടെ ഒരിക്കലും എന്തോ എലിയെങ്ങാനും വീണ് ചത്തിരുന്നു വെള്ളത്തില്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വെള്ളം മൊത്തം അടിച്ചു വറ്റിച്ച് എന്നിട്ട് ഉമിയിട്ട് അങ്ങനെയാണ് പിന്നെ ഉപയോഗിച്ചത്. അതിനെടുത്ത് നീക്കം ചെയ്ത്. അപ്പൊ അങ്ങനെ ചെയ്യണം. ഇനി ഫൈലം യതയക്കൻ ഷഅറൻ, ഇനി ഒരുത്തനിക്ക് ഈ രൂപത്തില് ഇപ്പൊ ഹൗദില് അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന കസീറായ വെള്ളത്തിൽ 2 കൊല്ലത്ത് കൂടുതൽ വെള്ളം, അതില് ഫൈലം യതയക്കൻ, അവനിക്ക് ഉറപ്പായിട്ടില്ല, ഷഅറൻ മുടിയുണ്ടെന്ന് ഉറപ്പായില്ല, ഫീ മഗ്തറഫഹു, അവൻ കോരിയെടുത്തതിൽ, കബലൻ നസഹി, ഇങ്ങനെ തേവി പോക്കുന്നതിന് മുന്നേ, നാലുലം യളുറ, എന്നാ പ്രശ്നമൊന്നുമില്ല. അപ്പൊ കസീറായ വെള്ളത്തിൽ എടുക്കുന്ന സമയത്ത് അതിൽ എന്തുണ്ടാവരുത്? രോമം ഉണ്ടാവരുത് എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഇതാ വഖഅത്ത് നജാസത്തുൻ ക മൈത്തത്തിൻ, ശവം പോലോത്ത ഏതെങ്കിലും ജീവിയുടെ ചെറിയ ശവം പോലോത്തത് എന്ത് ചെയ്തു? വീണു. ഫി മാഇൻ, ഒരു ദ്രാവകത്തിൽ. വെള്ളം തന്നെ ആയിക്കോണമെന്നില്ല, ചായ, എന്തോ ആവാം. തഅദ്ദറ തത്ഹീറുഹു, അതിപ്പോ അതിനെടുത്ത് ഒഴിവാക്കിയിട്ട് ശുദ്ധീകരിക്കലൊക്കെ പ്രയാസമാണ്. അതിനെടുത്ത് ഒഴിവാക്കാനൊക്കെ ആവുമായിരിക്കും, പിന്നെ അത് ശുദ്ധീകരിക്കലൊക്കെ പ്രയാസമാണ്. അതിൽ വെള്ളം പാർന്നു കഴിഞ്ഞാൽ അത് വേറെ സാധനമായി പോകും. ഔഫി ജാമിദിൻ, അല്ലെങ്കിൽ ജാമിദായ ദ്രാവകത്തിലല്ല ഖരരൂപത്തിലുള്ളതിൽ നജസ് വീണു. ഉദാഹരണത്തിന് കസംനിൻ, നെയ്യ് പോലെ. നെയ്യ് ദ്രാവകാവസ്ഥയിലല്ലല്ലോ ഉണ്ടാവും, കട്ടിയായിട്ടല്ല ഉണ്ടാവാം. അപ്പോ അല്ലെങ്കിൽ ഉണങ്ങിയ ഈ കട്ട പിടിച്ചിട്ടുള്ള ഈ നമ്മുടെ നെയ്യുണ്ടല്ലോ, വെളിച്ചെണ്ണ ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ വയനാട്ടിലൊക്കെ വേഗം കട്ട പിടിക്കും. അപ്പൊ ആ രൂപത്തിലായാൽ ഉൽക്കിയത്തിൻ നജാസത്തു മിൻ ഹൗലിഹ, ആ നജസ്സിനെ അതിന്റെ ചുറ്റുവട്ടത്തോടു കൂടെ എടുത്തിട്ട് ഒഴിവാക്കണം. വൽ ബാക്കിയുള്ളതാവുന്നത് ത്വാഹിറുൻ, ശുദ്ധിയാണ്. അപ്പോ ചോദ്യം, ചായയിൽ ഒരു ഉറുമ്പ് മയ്യത്തായി കിടക്കുന്ന കണ്ടു, ചായ നജസ്സായോ? ആ ചായന് കുടിക്കാൻ പറ്റോ? എന്താണ് വിധി? അത് കുടിക്കുന്ന രക്തമില്ലാത്ത കാരണം അത് നജസല്ല. പിന്നെ വേറെന്താ? അപ്പൊ അതിനെടുത്ത് ഒഴിവാക്കണം. അത് ഒഴിവാക്കിയിട്ട് ബാക്കി കുടിക്കാം. വൈദാ തനജ്ജസ മൗദിഉം മിനൽ അർളി, പിന്നെ ഇനി ഭൂമിയിലുള്ള ഒരു സ്ഥലത്ത് നജസായി. ബി നജസിൻ ജാമിദിൻ, ജാമിദായ നജസാണ് ആയത്. കാഷ്ടം പോലത്തെ ഖരരൂപത്തിലുള്ള നജസാണ് ആയത്, ഉറച്ച നജസുകളാണ്. ഫലാ യത്ഹുറു, അത് ശുദ്ധിയാകൂല, ഇല്ലാ ബി ഇസാലത്തിഹി, അവിടെ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാല് ആ നജസിനെ ആദ്യം നീക്കണം. വ ഇസാലത്തി തുറാബിൽ മുഖ്തലിത്തി ബിഹി, നിലത്താണ് കൂട്ടിക്കുക, മണ്ണില്. അങ്ങനെ ആകുമ്പോ ആ നജസ് കൂടിക്കലർന്ന മണ്ണ് ഒഴിവാക്കണം. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ മുറ്റത്തൊക്കെ കാഷ്ടിച്ചു കഴിഞ്ഞാല് ആ മുറ്റത്തെ നജസ് നീങ്ങപ്പ
ആ കാഷ്ടം ആദ്യം ഒഴിവാക്കണം. അപ്പൊ കാഷ്ടം കോരുന്നതിനോടൊപ്പം അതിന്റെ അടിയിൽ കൂടി കുറച്ച് മുറ്റത്തുനിന്നുള്ള മണ്ണും കോരണം, ആ നനഞ്ഞ മണ്ണ്, എന്നാലേ അവിടെ ശുദ്ധിയാവുള്ളൂ. സുമ്മ ബി സബ്ബിലുമായി അലി, അതിന് ശേഷം അവിടെ വെള്ളം ഒഴിക്കണം. ഇൻ ബക്കിയത്ത് റുത്തൂബത്തു, അതപ്പോ അവിടെ ആ നനവ് അവിടെ ബാക്കിയായാലാണത്, അല്ലെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. വൈൻ തനജ്ജസബി, ഏതുപോലെ ഇപ്പൊ ഒരു കുട്ടി നല്ല ഉറച്ച കാഷ്ടാണ് കാഷ്ടിച്ചത്, കുറച്ച് അതിന്റെ മണ്ണോട് കൂടെ കുറച്ചൊന്ന് അടിയിൽ നിന്ന് എന്ത് ചെയ്തു, കോരിയും എടുത്തു, പിന്നെ അതിന്റെ അടിയിൽ നനവൊന്നും ഇല്ലല്ലോ, പിന്നെ കുഴപ്പമില്ല, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വൈൻ തനജ്ജസബി മാഇൻ, ഇനി വല്ല ദ്രാവകാവസ്ഥയിലുള്ള നജസ് കൊണ്ടും ഭൂമിയിലെ നജസായി. ഫൈൻ തശറബഹു, ഇനി അതിനെ ഭൂമി കുടിച്ചു കഴിഞ്ഞാൽ, മണ്ണ് കുടിച്ചു കഴിഞ്ഞാൽ, ഫയക്ഫി സബ്ബുൽ മായി, അവിടെ ഒഴിച്ചാൽ മതി, വെള്ളം ഒഴിച്ചാൽ മതി, അലഹി, അതിന്റെ മുകളിൽ. ഇപ്പോ മണല് പോലെയുള്ള മണ്ണ് അല്ലെങ്കിൽ പൊടിമണ്ണ് പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ ഇപ്പൊ ഒരു കുട്ടി മൂത്രമൊഴിച്ചു, ഒരുത്തൻ മൂത്രമൊഴിച്ചു, അപ്പോ ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ നിലം കുടിച്ചു പോകും. അപ്പൊ അതിന്റെ മുകളിൽ കൂടി എന്ത് ചെയ്താൽ മതി, സബ്ബുൽ മാ, വെള്ളം ഒന്ന് ഒഴുക്കി കളഞ്ഞാൽ മതി. ബി ഹൈസു യഗ്മുറുഹു, അതിനെ മൂടുന്ന രൂപത്തിൽ വെള്ളം ഒഴിക്കണം, എന്ന് വെച്ചാൽ അതിന്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തണം എന്നർത്ഥം. വൈല്ലം യതശറബ്, ഇനി ഭൂമി കുടിച്ചിട്ടൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഭൂമിയാ, ഇങ്ങനെയൊക്കെ കെട്ടിക്കിടക്കുന്ന നമ്മളെ വയനാട്ടിലുള്ള മണ്ണ് പോലത്തെ മണ്ണാണ്, മഴ പെയ്ത് അവിടെ കിടക്കും കുറെ, തീരെ കുടിക്കൂല എന്നല്ല കേട്ടോ. അപ്പൊ തീരെ വെള്ളം കുടിക്കാതെ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പാറാന്റെ മുകളിലാണ് മൂത്രയിച്ചത്, ഫലാ ബുദ്ധമിൻ ഇസാലത്തി അയിനിഹി, അപ്പൊ പിന്നെ അതിന് നീക്കം തന്നെ വേണം. അതിന് വെള്ള ദ്രാവകാവസ്ഥയിലാണുള്ളതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്ഥലം ശുദ്ധിയാവണമെങ്കിൽ ആ നജസിനെ, ദ്രാവകാവസ്ഥയിലുള്ള നജസാണെങ്കിലും അവിടുന്ന് നീക്കം ചെയ്യണം എന്നർത്ഥം. ഗുസാലത്തുൽ മുത്തനജിസിൽ ഖലീലത്തു ത്വാഹിറത്തു, ഇനി അടുത്ത എന്ന് പറയുന്നത് പറഞ്ഞാല് ഗുസാലത്തുൽ മുത്തനജിസ്, നജസായതിനെ കഴുകിയ വെള്ളം, അതിനാണ് ഗുസാലത്ത് എന്ന് പറയാ. ഗുസാലത്ത് എന്ന് പറഞ്ഞാൽ നജസിനെ കഴുകിയ വെള്ളം, അത് അൽ ഖലീലത്തു, ഖലീലത്തായ ഗുസാലത്തുൽ മുത്തനജിസ് ത്വാഹിറത്തുൻ, അത് ശുദ്ധിയാണ്. ഈ ഇൻഫസലത്ത്, അത് വേർപിരിഞ്ഞു കഴിഞ്ഞാലാണ് ശുദ്ധിയാകുക. വഖത്ത് ത്വഹുറൽ മഹല്ലു, വെള്ളം മഹൽ എന്ത് ചെയ്തിട്ടുണ്ട്, ശുദ്ധിയാവുകയും ചെയ്തിട്ടുണ്ട്. മാലം തഗയ്യർ, തഗയ്യർ വന്നിട്ടില്ലെങ്കിൽ, അതിന് ഒരു കണ്ടീഷൻ ഉണ്ട്, തഗയ്യർ ആവരുത്. ഔ യസിദ് വസ്നുഹ, അല്ലെങ്കിൽ അതിന്റെ തൂക്കം കൂടരുത്. ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ ഒരല്പം ഇവിടെ മൂത്രമുണ്ട്, ഇത്ര അല്പം, അല്ല എന്തെങ്കിലും നജസ് ഉണ്ട്, അപ്പോ മൂത്രം പോലത്തെ നജസാ, അപ്പം മുകളിൽ കൂടി കുറച്ച് വെള്ളം ഒഴിച്ചു, ഒരു അരപ്പാട്ട വെള്ളം ഒഴിച്ചു അതിന്റെ മുകളിൽ കൂടി. അപ്പൊ ഈ വെള്ളം ഈ ഈ അവയവത്തിൽ നിന്ന് വിട്ടിങ്ങ് പോരുന്നതോടുകൂടെ ആ വെള്ളം ശുദ്ധിയായി, ആ വെള്ളം ശുദ്ധിയുള്ള വെള്ളമാണ് എന്നർത്ഥം. രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, ആ വെള്ളത്തിന് നിറത്തിലോ മണത്തിലോ രുചിയിലോ ഒന്നും മാറ്റം വരരുത് ഈ നജസ് കാരണം കൊണ്ട്. രണ്ട്, ആ വെള്ളത്തിന്റെ തൂക്കത്തിൽ വ്യത്യാസം ഉണ്ടാവരുത്, ഈ നജസ് കാരണത്താൽ തൂക്കം കൂടരുത്. അപ്പൊ ഈ തൂക്കം കൂടുന്ന പ്രശ്നം വരിക, ഒരു തുള്ളി മൂത്രം കൊണ്ടൊന്നും തൂക്കത്തിന്റെ പ്രശ്നം വരില്ല. അതേ സമയത്ത് കട്ടിയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആകുമ്പോൾ അവിടെ തൂക്കത്തിന് വ്യത്യാസം വരും, അപ്പൊ ആ സമയത്ത് അത് ശുദ്ധിയാകൂല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മസലയാണ് പറഞ്ഞത്. നജസ് ശുദ്ധീകരിച്ച വെള്ളം, അത് ഇപ്പൊ ഉദാഹരണത്തിന് എന്താ പറയാ, കാഷ്ടിച്ചത് ക്ലീൻ ചെയ്യുന്ന വെള്ളം, അതിൽ തന്നെ നജസ് ഉണ്ട്, കൂടിക്കലർന്ന വെള്ളമാണ്, അത് ശുദ്ധിയല്ല. അതല്ലാത്ത വെള്ളം, അതില് പകർച്ചയൊന്നുമില്ല, വെള്ളം പ്യൂറായിട്ട് തന്നെ നമുക്ക് കാണുന്നുണ്ട്. ഇപ്പൊ അതിൽ നജസ് ശുദ്ധീകരിച്ച വെള്ളം ആണെന്നുള്ളൂ, ചെറിയ എന്തോ നജസ് ഈ രൂപത്തിൽ മൂത്രം പോലത്തെ ഒരു തുള്ളിയോ 2 തുള്ളിയോ ഇറ്റിയ വെള്ളം ശുദ്ധീകരിച്ചാണ്. അല്ല കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടെന്ന് കൂട്ടാ, ഒരു 5-8 തുള്ളി ഉണ്ട്, പക്ഷെങ്കിൽ അത്ര തന്നെ മൂത്രം ഉണ്ട്, പക്ഷെങ്കിൽ ഇതൊരു ഒരു അര ബക്കറ്റ് വെള്ളം ഒന്നായിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു മുകളിൽ. അപ്പൊ അതിൽ ഈ 3-4 തുള്ളി എന്ന് പറയുന്നത് അതിന്റെ തൂക്കത്തെ ബാധിക്കുന്നില്ല, അതിന്റെ നിറത്തെയോ മണത്തെയോ രുചിയോ ഒന്നും ബാധിക്കുന്നില്ല വെള്ളത്തെ. അങ്ങനെയാകുമ്പോൾ അത് ശുദ്ധിയാകും. വിത്ത് കണ്ടീഷൻ. എന്താ കണ്ടീഷൻ? അത് ആ സ്ഥലത്തു നിന്ന് വിട്ട് പോകുന്നതോടുകൂടെയാണ് ശുദ്ധിയാവുന്നത്. ക്ലിയർ അല്ലേ? എന്താ ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളി.